ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് സോറി ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി കേന്ദ്രീകരിച്ചിട്ടാണ്. ഇൻട്രാഡേ സ്റ്റോക്സ് നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ആഫ്റ്റർ ഒരു 9 o'clock അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പിലാണ് കാണിക്കുന്നത്. ഒരു 50 to 100 പോയിൻ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ്. അതിൽ കൂടുതലുണ്ട്, പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് സബ്സൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു 50 to 100 പോയിൻറ്റ്സിനുള്ളിലാണ് ഒരു ഗ്യാപ്പ് അപ്പ് വരാനുള്ള നല്ലൊരു സാധ്യത. അപ്പോൾ ബാക്കി ഗ്ലോബൽ ഇൻഡൈസസ് എല്ലാം സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻറ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കമ്മോഡിറ്റി പ്രൈസസിൽ ഹൈ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി എന്ന് പറയുന്നത് നേരെ ലാസ്റ്റ് ഡേയിൽ എങ്ങനെയാണോ നിന്നിരുന്നത് അതേ ഒരു പൊസിഷനിലേക്ക് വരാനാണ് സാധ്യത പേഴ്സണൽ അനാലിസിസിൽ. അതായത് ഈ ഒരു പ്രൈസ് കാണുന്നുണ്ടോ, അപ്പോൾ നിഫ്റ്റിയിലേക്ക് തന്നെ വരാം. നമുക്ക് ലാസ്റ്റ് ഡേയിൽ നടന്ന അതേ ഒരു ട്രേഡിംഗ് മെത്തേഡ് മോസ്റ്റ്ലി നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു നെഗറ്റീവ് ക്യാൻഡിലാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കാം. ഓൾമോസ്റ്റ് ഇതേ കാണുന്നുണ്ടോ ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു ബോട്ടം ഇതിന് മുകളിലേക്കായിരിക്കാം ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി. സോ ദാറ്റ് ഈ ഒരു ബെയറിഷ് ട്രെൻഡിൽ വീണ്ടും വരാത്തൊരു സിറ്റുവേഷൻ, മാർക്കറ്റ് ഒരു സ്വിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഒരു ഏരിയ. സോ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഈ ഒരു ടാർഗറ്റിലേക്കും അടുത്തൊരു മൊമെൻറ്റത്തിലേക്കും പോകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. സോ എക്സിറ്റ് പോളിൻ്റെ മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടെ അവിടെ കാണാൻ ഉള്ള ഒരു സാധ്യത ഉണ്ട്. സോ നമ്മൾ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 500-ന് ഒരു 540-ക്ക് മേളിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നിൽക്കാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ഓപ്പണിങ്ങിന് ശേഷം ഇത് ഒരു കർവ് എടുത്ത് തിരിച്ചടുത്ത് മുകളിലേക്കാണ് പോകാൻ പോകുന്നതെങ്കിൽ വീണ്ടും ഒരു ട്രെൻഡിങ് ഡേ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. സെൽ ഓഫ് അതവിടെ ഹിഡനാണ്. ഇതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 35 ദിവസമായിട്ട് FI നെറ്റ് സെല്ലറാണ്. അപ്പോൾ ആ സെല്ലിങ് വീണ്ടും ഇന്നും ഹെവി ആയിട്ട് വന്നേക്കാം. ആ ഒരു നെഗറ്റീവ്നെസ് അവിടെ എന്തായാലും ഉണ്ട്. സോ കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് എപ്പോഴും SL ഇല്ലാണ്ട് ഒരു ട്രേഡിങ്ങിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു മാർക്കറ്റിൽ എന്നാണ് എപ്പോഴാണ് അവർ ഹെവി ആയിട്ടൊരു സെല്ലിങ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. സോ ട്രേഡ് സേഫ്. സോ ഈ ഒരു ഏരിയ നമ്മൾ നോക്കി വയ്ക്കേണ്ടതാണ്. 23,560 റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് കയറുന്ന ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് 540 550 റേഞ്ചിലായിരിക്കാം. അതിനുശേഷം മാർക്കറ്റ് കയറി പോകുന്നെങ്കിൽ നമ്മൾ ഓരോ ടാർഗറ്റ് നമ്മൾ നേരത്തെ ലാസ്റ്റ് ഡേയിൽ വച്ചിരുന്നു, ഒരു 660 വെച്ചിരുന്നു. 660ക്ക് ശേഷം പിന്നീട് നമ്മൾ 720 800 റേഞ്ചിലേക്ക് വച്ചിരുന്നു. സോ അതേ ട്രേഡിംഗ് പാറ്റേൺ തന്നെ നമുക്കിവിടെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ അനാലിസിസ് കഴിഞ്ഞതിൻ്റെ അതേ കണ്ടിന്യൂഷൻ തന്നെ എടുക്കുവാണ്. അടുത്ത ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് സിമിലർ ഒരു പാറ്റേൺ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഒരു പോസിറ്റീവ് ബയസിൽ തന്നെ ആയിരിക്കും. സോ പോസിറ്റീവ് ബയസ് ആണെങ്കിൽ ഇതേ ട്രേഡ് തന്നെ നമുക്ക് തിരിച്ച് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മളൊരു 500 550 ഓർ 600 റേഞ്ചിൽ ഈ ഒരു ഡോജിക്ക് മുകളിലേക്ക് മാർക്കറ്റ് ഇതൊരു കർവ് ഈ ഒരു ക്യാൻഡിൽ അവോയ്ഡ് ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും സ്വിങ് എടുത്ത് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കോ ഇല്ലെങ്കിൽ 800 880 960 റേഞ്ചിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ഒരു സൈൻ വേവ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നോക്കാനുള്ളത്. സോ ഈ ലോ ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ മാർക്കറ്റിൽ സെൽ ഓഫിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അതുപോലെ ഇന്ന് നമ്മുടെ ലോട്ട് സൈസ് മാറാനുള്ള സാധ്യതയുണ്ട്. സോ ആദ്യത്തെ ട്രേഡൊക്കെ പണ്ടത്തെ പോലെ ജസ്റ്റ് വേഗമായിട്ട് ട്രേഡ് ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ പ്രൈസ് മൂവ്മെൻറ്റ് വരുന്നത്, നമ്മൾ ഇപ്പോൾ ലോട്ടിൻ്റെ മൾട്ടിപ്പിൾ വ്യത്യാസം വന്നുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളത് ആദ്യത്തെ 1-2 ട്രേഡ് ഒന്ന് ശ്രദ്ധിച്ചോളുക. സോ നമുക്ക് മനസ്സിലാവണമെന്നില്ല പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ
പ്രോഫിറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ആ പുതിയൊരു മാർക്കറ്റ് കൾച്ചറിലേക്ക് നമ്മൾ മാറുകയാണ്. അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ അത്രയൊക്കെയാണ് പറയാനുള്ളത്. 1-2 സ്റ്റോക്സിനെ കുറിച്ച് പറയാനുള്ളെങ്കിൽ സൺ ഫാർമ, സിപ്ല പോലുള്ള സ്റ്റോക്സ് നോക്കാം. പിന്നീട് ഈ പറഞ്ഞ IGL, ഗുജറാത്ത് ഗ്യാസ് പോലുള്ള നെഗറ്റീവ്നെസ് കിടപ്പുണ്ട്. ഷോർട്ട് സൈഡിലേക്ക് വേണമെങ്കിൽ അതിനെ ചിന്തിക്കുക എന്നുള്ളതാണ്. ബാങ്കിങ് സ്റ്റോക്സ് ബുള്ളിഷ് ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇൻട്രാഡേ ട്രേഡേഴ്സ് അത് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. M&M നോക്കുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ട്. സ്ക്വാഡയായിട്ടൊരു ചെറിയൊരു കൊളാബറേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ. സോ ഇത്രയൊക്കെ സ്റ്റോക്സ് സ്റ്റാർട്ടിങ്ങിൽ പോവാം. ഗ്രൂപ്പിനുള്ളിൽ ഇൻട്രാഡേ സ്റ്റോക്സ് ഏതെങ്കിലും നല്ല ട്രിഗർ ചെയ്യുകയാണെങ്കിൽ ലെവൽസ് ഉൾപ്പെടെ പറഞ്ഞിരിക്കാം. സോ നല്ലൊരു ദിവസം. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.